ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും തൻഷിക്ക് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. കുട്ടികളൊക്കെ എന്തെങ്കിലും സ്വീറ്റ് വേണമെന്നൊക്കെ പറയുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇതൊരെണ്ണം കഴിച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും, അത്രക്കും ടേസ്റ്റാണിതിന്. വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നമുക്കെങ്ങനെയാണ് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്വീറ്റ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്യണം. അതിനായിട്ട് 1/4 കപ്പ് പഞ്ചസാര ഞാനൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഒത്തിരി അങ്ങ് ബ്രൗൺ കളറായി പോകണ്ട, ഈ ഒരു നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നതുവരെ ഒന്ന് കാരമലൈസ് ചെയ്താൽ മതി. നല്ല ഡാർക്ക് ബ്രൗൺ കളർ വരുന്നതുവരെ കാത്തു നിന്നാൽ ചിലപ്പോൾ ഒന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ ടേസ്റ്റേ മാറിപ്പോകും. അതുകൊണ്ട് ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലോട്ട് ഇത് ഒഴിച്ചിട്ട് ഇവിടെ മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു ബൗളിലോട്ട് 4 മുട്ട ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ മുട്ട നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണേ. മുട്ട നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കൊക്കോ പൗഡറാണ്. അതിനായിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. കട്ടകളൊന്നുമില്ലാതെ നല്ലതുപോലെ ഉടച്ചിട്ട് വേണം ഇതിലേക്ക് അരിച്ച് ചേർത്ത് കൊടുക്കാനായിട്ട്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്ത ശേഷം ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു 1/4 കപ്പ് എന്ന് പറയുന്നത് നല്ല മധുരം ഉണ്ടാവും. ഇനി ഇത്ര മധുരം വേണ്ടാന്നാണെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. മധുരം നന്നായിട്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തിട്ട് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1 കപ്പ് അളവിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി കൂടി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ലതുപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അങ്ങനെ ഇതാ പാൽപ്പൊടി ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത്. ഇനി ഈ പാത്രം ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ വലിയ അടപ്പൊക്കെയുള്ള ടിഫിൻ ബോക്സ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഇനി സ്റ്റീം ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് ചെറുതായി തിളച്ച് തുടങ്ങുമ്പം നമുക്കിത് പാത്രത്തിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം 20 മുതൽ 25 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ഇതാ ഇതിപ്പോൾ ഇവിടെ 20 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു നൈഫ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കുത്തി കൊടുക്കുമ്പം ഒട്ടിപ്പിടിക്കുന്നില്ല എന്നാണെങ്കിൽ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി ഇതിൻ്റെ ചൂട് പോകാനായിട്ട് ഒരു ഫാനിൻ്റെ താഴെ വെച്ച് കൊടുക്കണം. ചൂട് നന്നായിട്ട് പോയതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇളകി കിട്ടുന്നതായിരിക്കും, അങ്ങനെ ഒട്ടിപ്പിടിക്കൊന്നുമില്ല. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് രുചിയാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഒരു തവണ ഉണ്ടാക്കി കൊടുത്താൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അവർ വാശി പിടിക്കും. അത്രയ്ക്കും ടേസ്റ്റാണ്, കഴിക്കാൻ ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസായിട്ട് അറിയിക്കാൻ ആരും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനാബിൾ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയാകുമ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.